വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കുഞ്ഞൻ ഷവർമൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഗ്ലാസ് അളവാണ് കാണിക്കുന്നത്. 2.5 ഗ്ലാസ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ബൗളിൽ ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അധികം ചൂടാവാതെ നോക്കണം. ഒരു പാകത്തെ ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഈ പൊടിയിലേക്ക് കുറേശ്ശെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാതെ നോക്കണം. കുറേശ്ശെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് തൂവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുറച്ചധികം ഒരു 2-3 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് പൊങ്ങി കിട്ടും. അതിനുശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അധികം ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിൽ അല്പം പൊടിയൊന്ന് തൂവിയതിന് ശേഷം ഇത് 1/4 ഇഞ്ച് കനത്തിലൊന്ന് പരത്തിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലെ ചെറിയ ബൗളുണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ചെറിയ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ബൗൾ എടുത്തിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലും കനത്തിലും ആയിരിക്കണം എടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പാന് ഒന്ന് ചൂടായിട്ടുണ്ട്. നല്ലപോലെ ചൂടാവേണ്ട. ഏകദേശം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങ് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ പൊള്ളച്ച് വരണം. എങ്കിലുള്ളൂ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല വെന്തിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പുറം ഭാഗമൊന്നും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളു നല്ല പോലെ വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല പോക്കറ്റ് പോലെ കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഞാനൊന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ പോക്കറ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ഇതുപോലെ ചുട്ടെടുക്കട്ടെ. ഇനി റൊട്ടിയിൽ നിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ക്യാബേജും 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും 1/2 കപ്പ് കുക്കുംബറും ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിക്കന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങനീരൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുത്തിട്ട് ചെറിയ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അരമുറി നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് മയനൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊരു 4-5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയനൈസിൻ്റെ റെസിപ്പി ഓയിൽ അധികം ഇല്ലാത്ത ഒരു റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ മയനൈസ് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഫില്ലിങ് നമ്മുടെ റൊട്ടിയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമയിലേക്കുള്ള കുഞ്ഞൻ റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഫില്ലിങ് ഇതിലേക്ക് അങ്ങ് നിറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് ഒന്നുകിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇത് പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ ഒരു 2-3 സ്പൂണ് നമുക്ക് എത്രയാണ് ഫില്ലിങ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നിറച്ച് കൊടുക്കുക. ഇതാവുമ്പോൾ അത്യാവശ്യം 1-2 ഒക്കെയാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഇത് ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കുക ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാതും ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കുഞ്ഞൻ ഷവർമേൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം.